എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. ആ വ്യക്തിക്ക് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്, എന്താണ് കാരണം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യമായിട്ട് ഒന്നാമത്തെ ഫയലായ ചെമ്പോത്ത് ഫയലായി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തിക്ക് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എന്തായിരിക്കും അതിന് കാരണം? നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളിൽ നിന്നൊന്നും സ്വീകരിക്കുന്നില്ല. നിങ്ങളിൽ നിന്നൊന്നും സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നുമില്ല. അതിനുവേണ്ടി നിലകൊള്ളുന്നുമില്ല. കിട്ടിയില്ലെങ്കിലും പരാതിയില്ല. പക്ഷെ ആ വ്യക്തിക്കുള്ള ഇതെല്ലാം നിങ്ങൾക്ക് നൽകുന്നതിന് യാതൊരു മടിയില്ല. അതിന് കയ്യും കണക്കും ഒന്നും സൂക്ഷിക്കാറുമില്ല. നിങ്ങളുടെക്ക് വേണ്ടി ജീവിക്കുന്നു. ഒരവകാശവാദവും നിങ്ങളിൽ അനാവശ്യമായി പറയാറില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നു. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് സൗമ്യമായി മുന്നോട്ട് പോകാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. തൻ്റെ പ്രവൃത്തികൾ ചെയ്യുക, ആശങ്ക നിറഞ്ഞ ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കുക, അത്തരം സമീപനങ്ങളാണ് ആ വ്യക്തിക്കുള്ളത്. ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങൾ മിസ്സ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം, എന്ത് കാര്യത്തിലായിരിക്കും നിങ്ങളെ ആ വ്യക്തിക്ക് മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ആ വ്യക്തി വളരെയധികം ആത്മാർത്ഥതയോടെ ജീവിക്കുന്നൊരു വ്യക്തിയാണ്. നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിലും ജീവിതത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ്, ഉത്തരവാദിത്വം എന്നീ കാര്യങ്ങളിൽ ഒരിക്കൽ പോലും ഒരു വിമുഖത കാണിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ്. തൻ്റെ പ്രവൃത്തികൾ, തൻ്റെ കർമ്മങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ അത് കൃത്യമായി നിർവഹിക്കുക. അതിനൊരു തടസ്സവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. തൻ്റെ വ്യക്തി ജീവിതത്തിൽ തടസ്സമുണ്ടെങ്കിലും, തൻ്റെ കരിയറിൽ തടസ്സമുണ്ടെങ്കിലും അതൊന്നും കണക്കാക്കാതെ പണം എത്ര ചിലവഴിക്കേണ്ടി വന്നാലും ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ഉള്ള മനസ്സ് ആ വ്യക്തിക്ക് ധാരാളമുണ്ട്. അത് ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ഒരു അകൽച്ചക്ക് പരോക്ഷമായി കാരണമാകുകയും ചെയ്തു. കാരണം ഏറ്റെടുക്കുന്ന അസൈൻമെൻറ്റുകളും ഉത്തരവാദിത്തങ്ങളിലും ആ വ്യക്തിക്കുള്ള അഗാധമായ താല്പര്യവും അതിലുള്ള ഒരു ഇടപെടലും പലപ്പോഴും വ്യക്തി ജീവിതത്തിൽ നിങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കാതെ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ആ വ്യക്തിക്ക്. നിങ്ങൾ ഒരുപക്ഷെ മുമ്പത്തെ ചിന്താഗതിയിൽ നിന്നും വിഭിന്നമായി മാറുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. എല്ലാ തടസ്സങ്ങളെയും ഓവർകം ചെയ്യുക വ്യക്തി ജീവിതത്തിൽ പോസിറ്റീവായിട്ട് തുടരുകയും ചെയ്യും. ഒരുപാട് വിഷമങ്ങൾ, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വാക്ക് ആ വ്യക്തിക്ക് ഇഷ്ടം ഇല്ലാത്തത് പറഞ്ഞാൽ ആ വ്യക്തിക്ക് വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നിങ്ങൾക്ക് വേണ്ടി ക്ഷമിക്കാൻ ആ വ്യക്തി എപ്പോഴും തയ്യാറാകും. ക്ഷമിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എല്ലാത്തിലും നിങ്ങളുടെ സ്നേഹം വേണം, നിങ്ങളുടെ സ്നേഹം കൊണ്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് സ്നേഹത്തിന് കുറവോ ഇതൊക്കെ നൽകിയാൽ പോലും അതിനൊന്നും ഒരു ദുഃഖമില്ലാതെ മുന്നോട്ട് പോകും. ഒരു പോസിറ്റീവായിട്ട് എപ്പോഴും മുന്നോട്ട് പോകാനുള്ള മനസ്സുണ്ട്. പ്രതിസന്ധികൾക്ക് തരണം ചെയ്യാൻ കഠിനാധ്വാനം ചെയ്യും. പക്ഷേ നിങ്ങളുടെ ചില വാക്കും പ്രവൃത്തിയും ആ വ്യക്തിക്ക് വിഷമാവുന്നുണ്ട്. നിങ്ങൾ ചില സന്ദർഭത്തിൽ മുഖത്ത് നോക്കി പറഞ്ഞ ചില വാക്കുകൾ അത് ആ വ്യക്തിയുടെ ഹൃദയമണ്ഡലങ്ങളിൽ വേദന സൃഷ്ടിച്ചിട്ടുണ്ട്. അത് മാറി വന്നു. നിങ്ങളോട് ദേഷ്യമില്ല, എന്നാലും നിങ്ങളങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളൊരു ചിന്ത പലപ്പോഴും ദുഃഖിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ സ്നേഹം പലപ്പോഴും ആ വ്യക്തിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അത് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നുമില്ല. ആ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളെ കാണാനും നിങ്ങളൊപ്പം പ്രവർത്തിക്കാനുമാണ് ഇഷ്ടം. എന്നും നിങ്ങളോട് ക്ഷമിക്കുവാനും പൊരുത്തപ്പെടാനും ആ വ്യക്തി തയ്യാറാണ്. അതായിട്ട് പൂച്ചക്കുട്ടിയെ പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. എപ്പോഴും നിങ്ങൾ ഉണ്ടാകണമെന്ന് പറയുന്നു. നിങ്ങളുടെ സാന്നിധ്യവും
സാമീപ്യവും തൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. രാത്രി കാലങ്ങളിൽ പ്രകൃതി ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു നഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ അടുത്തില്ലാത്തതിൻ്റെ ഒരു ദുഃഖം വലുതാക്കി കാണിച്ചു കൊടുക്കുന്നു. രാത്രി ആയാൽ നിങ്ങൾ അടുത്ത് വേണം, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്യണം. പിന്നീട് നേരം വെളുപ്പിച്ചെടുക്കാൻ ആ വ്യക്തിക്ക് ദുഃഖം ഉണ്ടാകുന്നു. കാരണം നിങ്ങൾ എവിടെയെന്നോ നിങ്ങൾക്ക് സുഖമാണെന്നോ അറിയാതെ ഒരു രാത്രി പോലും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ്. എപ്പോഴും അടുത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പം എപ്പോഴും സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നു. എപ്പോഴും നിങ്ങളടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരിക്കലും നിങ്ങളെ വിട്ടുപോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെപ്പോഴും കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരുപാട് സാഹചര്യങ്ങളിൽ തരണം ചെയ്ത് ആ വ്യക്തി മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ നിങ്ങൾ കൂടെയുണ്ട്. നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ സഹായം, നിങ്ങൾ അർപ്പിക്കുന്ന പ്രതീക്ഷ, അതൊക്കെയാണ് ആ വ്യക്തിയെ ജീവിതത്തിലേക്ക് ഉറപ്പിച്ച് നിർത്തിയത്. അത് ഏതെങ്കിലും കാരണവശാൽ അത് നഷ്ടപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് ഒരു മിസ് ചെയ്യലുണ്ട്. കാരണം നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു. തൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന ആളൊക്കെയാണ്. കഴിവുണ്ട്, വരുമാന മാർഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളോടുള്ള സ്നേഹം അതൊരിക്കലും മായുന്നില്ല. കാരണം നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് ആ വ്യക്തിയെ രക്ഷിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നിലനിൽപ്പ് പോലും നോക്കാതെ ആ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിച്ച് ആ വ്യക്തിയെ വിജയത്തിലേക്ക് പലപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു കഴിവാണ്, നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജിയാണ്. ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ കാരണം നിങ്ങൾ ഒരുപക്ഷെ സ്നേഹിക്കാത്തതോ ഒന്നും ആവണമെന്നില്ല, നിങ്ങൾ അടുത്തില്ല എന്നുള്ള ഒരു പരാതി. എപ്പോഴും നിങ്ങളെ കാണാനായിട്ട് മനസ്സ് ഒരു ടെൻഡൻസി ഉള്ളൊരു വ്യക്തിയാണ്. വീട്, കുടുംബം, സൗഹൃദങ്ങൾ, കുഞ്ഞുങ്ങൾ, അങ്ങനെ ഒരു ജീവിതം ആ വ്യക്തി സ്വപ്നം കാണുന്നു. ഒരുപാട് അവസരങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും. ഈശ്വരൻ നൽകും. ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ആ വ്യക്തി ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ അവസരം ആ വ്യക്തിയുടെ അടുത്തേക്ക് വരും. ആ വ്യക്തിയിലെ എല്ലാവരും ആകർഷിക്കപ്പെടും. ആ വ്യക്തിയെ ആശ്ചര്യത്തോടെ നോക്കും. കാരണം അത്തരമൊരു വിജയം ആ വ്യക്തി ഉണ്ടാവും. പുതിയൊരു തുടക്കം ജീവിതത്തിലുണ്ടാകും. ഒരുപാട് പ്രതിസന്ധിയും പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തു ജീവിതത്തിലൊരു പുതിയ തുടക്കത്തോടെ, പുതിയ പ്രതീക്ഷതയോടെ, ഒരു സ്പിരിച്വൽ, ഒരു ആത്മീയ ചിന്തയോടെ മുന്നോട്ട് പോകുന്ന അവസ്ഥ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകും. അത് വലിയ നല്ല കാര്യമാണ്. നിർഭാഗ്യകരമായ അവസ്ഥയിൽ നിന്നും വിട പറയുകയാണ്. നിർഭാഗ്യതകളോട് വിട പറയുകയാണ്. സൗഖ്യങ്ങളോടും നന്മയോടും പ്രതീക്ഷയോടും ഒപ്പം ചേർന്ന് ഇനി സഞ്ചരിക്കാം. ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള എനർജി പകരട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.